ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മോം ആൻഡ് ദി ടൈനി സ്കോട്ട്സ്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടിപ്പാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവിരിക്കാം, എന്നാലും അറിയാത്ത ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇവിടെ ഞാനൊരു 10 വർഷമായി ബാംഗ്ലൂർ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് തവണയായി ഞാനൊരു കറിവേപ്പിൻ്റെ തൈ പിടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഓരോ തവണ ഞാൻ നടത്തുമ്പോഴും അതൊക്കെ അങ്ങ് പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടെ പുതിയ ഫ്ലാറ്റ് എടുത്തതിൻ്റെ ശേഷം ഞാൻ ഇവിടുന്ന് ഒരു കറിവേപ്പിൻ്റെ തൈ മേടിച്ചിട്ട് എൻ്റെ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കര ശോഷിച്ച ഒരവസ്ഥയായിരുന്നു കേട്ടോ. ലീഫൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു ഉന്മേഷമില്ലാണ്ടായിരുന്നു വളർന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് എനിക്കൊരു ചെറിയൊരു പൊടിക്കായി കിട്ടുന്നത്. അത് മറ്റൊന്നുമല്ല, പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ടിട്ട് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അത് ഇതേപോലെ കഞ്ഞിവെള്ളമൊക്കെ റെഡിയാക്കി ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം ഇതിനൊക്കെ കൊടുത്ത്, അതായത് അതിനൊക്കെ തളിച്ചു കൊടുക്കാനും അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇതൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാറ്റമായിരുന്നു കേട്ടോ. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. നല്ല രീതിയിൽ ഇലകളൊക്കെ തളിർത്ത് വന്ന് അത് പൂ വരെ ഇട്ടു എൻ്റെ കറിവേപ്പിൻ്റെ തൈ. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. കാരണം ഞാൻ ഇവിടെ, നിങ്ങൾ ചിലർ വിചാരിക്കുന്നു ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ എന്ന്, പക്ഷേ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ എനിക്ക്. കാരണം ഇവിടെ നമുക്കങ്ങനെ മണ്ണൊന്നുമില്ലല്ലോ. അപ്പോൾ ബാൽക്കണിയിൽ കൊണ്ടുവച്ച് ചെടികൾ പിടിച്ച് പൂവിടുക, കായിടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം അങ്ങനെ നല്ല പൂത്ത് തളിർത്ത് നിൽക്കുന്ന എൻ്റെ കറിവേപ്പിൻ്റെ തൈയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഞാൻ കറിവേപ്പിൻ്റെ ഇലയ്ക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ അടുത്തുള്ള കുറച്ച് 2-3-4 ചെടികളെ ഉള്ളൂ ആകെ. എല്ലാത്തിനും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എല്ലാത്തിലും എനിക്ക് നല്ലൊരു ഡിഫറൻസാണ് ഫീൽ ആയത്. ഞാൻ എൻ്റെ കയ്യിലുള്ള മദ്രാസ് മുല്ലയ്ക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ നന്നായിട്ട് പൂവിടാനും ഒരുപാട് മുട്ടിടാനും തുടങ്ങി കേട്ടോ മദ്രാസ് മുല്ല. അപ്പം അത് നല്ല ഡിഫറൻസാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തുളസിക്കും ഒക്കെ ഈ സെയിം സാധനം തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ തുളസി ആയാലും നല്ല രീതിയിൽ നല്ല കാട് പോലെ തന്നെ തുളസി വളരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുക മാത്രമല്ല, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇത് നല്ല ഗുഡ് റിസൾട്ട് ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.